അന്തോണീസ് ആകട്ടെ നിരാശനാകാതെ ദൈവത്താൽ പ്രചോദിതനായിട്ട് പുഴത്തീരത്തേക്ക് നടക്കുകയായിരുന്നു. പുഴ കടലിൽ ചെന്ന് ചേരുന്നതും മത്സ്യങ്ങളാൽ സമൃദ്ധമായതുമായ ഒരു സ്ഥലമായിരുന്നു ഈ റിമിനി എന്ന് പറയുന്നത്. ആ പുഴത്തീരത്ത് നിന്നുകൊണ്ട് വിശുദ്ധൻ പ്രസംഗിക്കാൻ തുടങ്ങായിരുന്നു. അല്ലയോ മത്സ്യങ്ങളെ, ദൈവത്തിൻ്റെ അരുമ സൃഷ്ടികളെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവിൻ. ഇങ്ങനെയൊക്കെ പ്രസംഗം തുടങ്ങി ഏതാനും സമയത്തിനുള്ളിൽ സകലരെയും അമ്പരിപ്പിക്കാനായിട്ട് ചെറുതും വലുതുമായ മത്സ്യങ്ങൾ വിശുദ്ധനരികിലായിട്ട് തലയുയർത്തി നിൽക്കുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വലിയ മത്സ്യങ്ങൾക്ക് മുമ്പിൽ യാതൊരു ഭീതിയില്ലാതെ ചെറു മത്സ്യങ്ങൾ നിൽക്കുന്ന കാഴ്ച ശരിക്കും അത്ഭുതം നിറഞ്ഞതായിരുന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയ ജനത്തെ പോലെ ശാന്തരായിരുന്ന ഈ മത്സ്യങ്ങളോട് വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞേ: അല്ലയോ മത്സ്യ സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്രകാരം കുലീനവും അത്ഭുതവാഹവുമായ ഇത്തരം ജീവിതത്തിനായിട്ട് സൃഷ്ടിച്ച ദൈവത്തോട് നന്ദി പറയുവിൻ. നിങ്ങൾക്കായി സമുദ്രത്തിലോ ശുദ്ധജലത്തിലോ ജീവിക്കുന്നതിനായിട്ട് ഇപ്രകാരം പ്രകൃതിയെ ഒരുക്കിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് മോചനം നേടാനും കഴിവും സ്ഥലവും നൽകിയ സർവശക്തൻ മഹത്വപൂർണനാണ്. ഈ ജലാശയത്തിൻ്റെ അഗാധത്തിലേക്ക് ഊളിയിടാനായിട്ട് നിങ്ങൾക്ക് ചിറകുകളും നിങ്ങൾക്ക് വിശപ്പകറ്റാൻ ഈ ജലത്തിൽ നിങ്ങൾക്കായി ഭക്ഷണവും ഒരുക്കുകയും ചെയ്ത ദൈവം നിത്യസ്തുത്യർഹനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിൽ വിലപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. വർദ്ധിച്ച ജലാശയം നിറയാൻ ദൈവം നിങ്ങൾക്ക് വരം നൽകി. ഭൂമി ശിക്ഷ ഏറ്റുവാങ്ങി. എല്ലാം വെള്ളപ്പൊക്കം മൂലം നശിപ്പിക്കപ്പെട്ടപ്പോൾ പോലും നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. ദൈവവചനം തിരസ്കരിച്ച യോനയെ വിഴുങ്ങി. അവനെ സുരക്ഷിതനായി തിരിച്ചു നൽകാൻ നിങ്ങളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ദേവാലയ നികുതി അടയ്ക്കാൻ വിഷമിച്ച ദൈവപുത്രന് അതിനുള്ള നാണയം നൽകുവാനുള്ള ഭാഗ്യം ലഭിച്ചത് നിങ്ങൾക്കായിരുന്നു. ഉത്ഥാനത്തിന് മുമ്പും ശേഷവും സർവശക്തന്റെ ഭക്ഷണമാകുവാൻ അനുഗ്രഹം ലഭിച്ച നിങ്ങൾ മറ്റെല്ലാ ജീവികളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വിശുദ്ധൻ ഇപ്രകാരം പ്രസംഗിക്കുമ്പോൾ മത്സ്യങ്ങൾ ശബ്ദമുണ്ടാക്കാനും വായ് തുറക്കാനും ചെറുതായി വെള്ളത്തിൽ തലയിളക്കുന്നതും കാണായിരുന്നു. ഇത് കണ്ട് വിശുദ്ധൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു: ദൈവവചനം നിഷേധിച്ച് അന്ധകാരത്തിൽ വസിക്കുന്നവരെക്കാൾ അനേകം മടങ്ങ് ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്ന മത്സ്യങ്ങൾക്ക് ജന്മം കൊടുത്ത ദൈവം മഹത്വപ്പെട്ടവനാകട്ടെ എന്ന്. ബുദ്ധിയില്ലാത്ത ജീവികൾക്ക് പോലും അവിടുത്തെ മനസ്സിലാക്കാൻ കൃപ നൽകിയ ദൈവത്തിന്റെ സ്നേഹം അവർണ്ണനീയം. വിശുദ്ധൻ മത്സ്യങ്ങളോട് സംസാരിക്കുന്ന അത്ഭുത വാർത്ത കേട്ടിട്ട് ജനങ്ങൾ ഓടിക്കൂടുകയായിരുന്നു. സത്യവിശ്വാസം ഉപേക്ഷിച്ച ആളുകൾ ഈ അത്ഭുതം കാണാനായിട്ട് തടിച്ചുകൂടിയ ജനത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.